പുഷ്പ 2 ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പടം കണ്ടിട്ട് എനിക്ക് പടം വർക്കായില്ല. വർക്കാവുന്നവരുണ്ട് കേട്ടോ, പടം കണ്ട് ഇഷ്ടമാവുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവരും ഈ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ തിയേറ്ററിൽ കയറി കണ്ടതിന് ശേഷം തീരുമാനിക്കുക നിങ്ങൾക്ക് പടത്തിൻ്റെ അഭിപ്രായം സെൽഫായിട്ട് എന്താണ് എന്നുള്ളത്. ഫൈൻ. ഇപ്പം എന്താണെങ്കിലും പടം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ്. ഫസ്റ്റ് തിങ്, ഈ പടത്തിൻ്റെ പ്രീമിയർ ഷോ നടന്ന സമയത്ത് അവിടെ തിക്കിലും തിരക്കിലും പെട്ടിട്ടൊരു ലേഡി മരിച്ചൊരു സംഭവമുണ്ട്. അതിലെന്താണെങ്കിലും പുഷ്പ 2 ടീമിനെതിരെയും അല്ലു അർജുനെതിരെയും പിന്നെ അല്ലു അർജുൻ്റെ ബൗൺസേഴ്സിനെതിരെയൊക്കെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ സൈഡിൽ വിഷ്വൽസ് വെക്കാം. അതായത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്ലു അർജുൻ പ്രീമിയർ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പോയി. അവിടെ മാസീവ് ക്രൗഡാണ് പിന്നെ വന്നുകൂടിയത്. അൺകൺട്രോളബിൾ ആയിരുന്നു അവിടുത്തെ ക്രൗഡ്. നിങ്ങൾക്ക് എന്താണെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ മരിച്ച ആ ഒരു യുവതിയുടെ ഭർത്താവാണ് പരാതി നൽകിയത്. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ അങ്ങനെ കണ്ടു, ഭാര്യേനെയും കുട്ടീനെയും കൊണ്ട് സിനിമയ്ക്ക് പോയത് കൊണ്ടല്ലേ ഇത് സംഭവിച്ചേ, തിക്കും തിരക്കും ഉണ്ടാവും അറിയില്ലേ, മനസ്സിലായ? അപ്പോൾ ഇതിനെങ്ങനെ അല്ലു അർജുൻ ഉത്തരവാദിയാകും, അല്ലു അർജുനെ നിങ്ങളെങ്ങനെ കേസിൽ ഉൾപ്പെടുത്തും എന്നുള്ള അല്ലു ഫാൻസും അങ്ങനെ കുറേ ടീംസൊക്കെ ചോദിക്കുന്നതായിട്ട് കണ്ടു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും ഞാനിവിടെ വെക്കുന്നുണ്ട്. ആൻഡ് പ്ലസ് ഫഹദ് ഫാസിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, പുഷ്പ 2 റിലേറ്റഡ് ആയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഈ ഒരു ലേഡി മരിച്ച സംഭവം അല്ലു അർജുനെതിരെയും ബാക്കി ടീമിനെതിരെയും കേസെടുത്ത സമയത്ത് ആളുകൾ ചോദിച്ച ചോദ്യം, ഇന്നലെയാണ് ശരിക്കും അല്ലു അർജുൻ ഇതിനൊരു റിപ്ലൈ ആയിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഭയങ്കര ഹൃദയഭേദകമായിരുന്നു, ഹൃദയം തകർന്നു പോയി, 25 ലക്ഷം രൂപ ഈ ലേഡിയുടെ ഫാമിലിക്ക് സപ്പോർട്ടായിട്ട് പുഷ്പ ടീമും അല്ലു അർജുനും കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് കണ്ടു. അതിന് മുമ്പ് ഞാൻ വേറൊരു പോസ്റ്റ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേസിൽ നിയമോപദേശം തേടി അല്ലു അർജുൻ. ഓക്കെ, ഇതിലിപ്പോൾ ഇവർക്കെതിരെ എന്തുകൊണ്ട് കേസ് വന്നു എന്നുള്ളതായിരിക്കും ചിലപ്പോൾ നിയമോപദേശമായിട്ട് തേടിയിട്ടുണ്ടാവും. നിയമോപദേശം കിട്ടിയത് കൊണ്ട് ഓക്കെ ആയിരിക്കണം മേ ബി 25 ലക്ഷത്തിൻ്റെ ധനസഹായം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ അങ്ങേര് എക്സിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ఆ వీడియోൻ്റെ ഒരു పోర్షన్ ഞാനിവിടെ എന്താണെങ്കിലും ప్లే ചെയ്യാം. అందరికీ నమస్కారం. మొన్న మేము పుష్ప సినిమాకి ప్రీమియర్స్కి వెళ్ళినప్పుడు ఆర్టీసీ క్రాస్ రోడ్స్ సంధ్యా థియేటర్కి వెళ్ళామండి. అక్కడ అనుకోకుండా క్రౌడ్ టర్న్ అవుట్ ఎక్కువ అవటం వల్ల నేను సినిమా చూసి వచ్చిన తర్వాత మాకు తెలిసిన విషయం అంటే నెక్స్ట్ డే మార్నింగ్ దట్ ఆ క్రౌడ్లో ఒక ఫ్యామిలీ వచ్చారు. ఆ ఫ్యామిలీ కొంచెం దెబ్బలు తగిలినాయి. అండ్ ముఖ్యంగా ఒక లేడీ, యూనో ద మదర్ ఆఫ్ 2 చిల్డ్రన్, ఆవిడ రేవతి గారని, ఆవిడ నెక్స్ట్ డే మార్నింగ్ అన్ఫార్చునేట్గా ఆవిడ ఆ తొక్కి స్టార్ట్లో దెబ్బలు తగిలి ఆవిడ చనిపోయారని తెలిసింది. అది తెలియగానే మేము సుకుమార్ గారు మేమందరం మొత్తం ఎంటైర్ టీమ్ ఆఫ్ పుష్ప అందరం సడన్గా డిసప్పాయింట్ అయిపోయి ఒక షాక్లోకి వెళ్ళాము. ఎందుకంటే అసలు ఇది వెరీ అన్ఎక్స్పెక్టెడ్. ఎందుకంటే లాస్ట్ 20 ఏళ్ళుగా ఆల్మోస్ట్ అన్ని సినిమాలకి యూనో మెయిన్ థియేటర్కి వెళ్ళి సినిమా చూసి వస్తాం అనేది ఒక తెలియని ఆనవాయితీ లాంటిది. మా సైడ్ నుంచి వాట్ వీడ్ లైక్ టు సే ఇస్ దట్ వీ వాంట్ టు టెల్ యూ దట్ వీఆర్ ఎమోషనలీ దేర్ ఫర్ యూ. మీకు ఏం కావాల్సిన మాకు కుదిరినంత శక్తిలో మీకు ఏ హెల్ప్ కావాలన్నా ఎలా కావాలన్నా వీ లైక్ టు టెల్ యూ దట్ వీ లైక్ టు బీ దేర్ ఫర్ యూ. అండ్ నా తరపు నుంచి ఐడ్ లైక్ టు డొనేట్ an amount of rupees 25 lakhs. This is just as a goodwill gesture. అంటే నేను మీ వైపు యూనో ఐఎమ్ దేర్ ఫర్ యూ, యూనో నా యాక్షన్స్లో చూడండి, నన్ను నమ్మండి, నేను మీకోసం ఉన్నాను అని ఒక జెస్చర్గా ఐడ్ లైక్ టు గివ్ దమ్ 25 lakhs rupees ఫర్ దర్ ఫ్యూచర్, టు సెక్యూర్ దర్ ఫ్యూచర్. అండ్ ఎస్పెషలీ పిల్లలు ఉన్నారంట, సో టు టెల్ దెమ్ దట్ యూనో ఐల్ బీ దేర్ ఫర్ దెమ్. వాళ్ళకి ఏ కైండ్ ఆఫ్ సపోర్ట్ కావాలన్నా కూడా విల్ ట్రై టు బీ దేర్ యాజ్ మచ్ as పాసిబుల్ అని ఒక గుడ్విల్ జెస్చర్గా చేస్తున్నాం. అండ్ ఈ దీనికి జరిగిన మెడికల్ ఎక్స్పెన్సెస్, దీనికి సంబంధం లేకుండా దీనికి జరిగిన మెడికల్ ఎక్స్పెన్సెస్, మిగతా ఎక్స్పెన్సెస్ అంతా కూడా మేము వీడ్ లైక్ టు టేక్ కేర్ ఆఫ్ ఇట్ అండ్ కీప్ యూ కంఫర్టబుల్ ఎట్ దిస్ అవర్. ఎందుకంటే వీ అండర్స్టాండ్ ఇట్స్ అ వెరీ డిఫికల్ట్ టైమ్ ఫర్ ద ఫ్యామిలీ టు డీల్ విత్ అండ్ వీడ్ లైక్ టు డూ ఆల్ ద థింగ్స్ టు సపోర్ట్ యూ అట్ దిస్ అవర్. ഓക്കെ, അപ്പോൾ അല്ലു അർജുനും ടീമും 25 ലക്ഷം രൂപയും പിന്നെ ഈ ഫാമിലിയുടെ കൂടെ എല്ലാം സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. ഈ 25 ലാക്സിൻ്റെ സപ്പോർട്ടിനോട് ഞാനൊരു കാര്യം പറയട്ടെ. പലരും ചോദിക്കുന്നത് ഇപ്പോൾ ഈ ഭർത്താവ് എന്തിനു കേസ് കൊടുത്തു, ഭാര്യേനെ കൊണ്ട് പോയത് കൊണ്ടല്ലേ, ഇതിലെങ്ങനെ അല്ലു അർജുൻ റെസ്പോൺസിബിൾ ആവും എന്നുള്ള ചോദ്യമാണല്ലോ നിങ്ങൾ ചോദിക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ വീഡിയോ ഇടുന്ന സമയത്ത് ചില ടൈമിൽ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടു, ഞാൻ സാറ്റിസ്ഫൈഡ് ആയില്ല എന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, നിന്നോട് ആരുടെ തിയേറ്ററിൽ പോയിട്ട് ഇത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പറഞ്ഞത്? ആ സിനിമാക്കാർ എന്നോട് നല്ല, നിങ്ങളോടൊക്കെ സിനിമാക്കാരെന്താ പറയുന്നത്? ഒരു സിനിമ ഇറങ്ങുന്ന പ്രീ പ്രമോഷൻ
ഓക്കെ, സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള പ്രീ പ്രൊമോഷൻ ഇൻ്റർവ്യൂസ് ആണെങ്കിലും പോസ്റ്റർ ആണെന്നുണ്ടെങ്കിലും അവരുടെ പോസ്റ്റുകളാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും അവരുടെ പ്രീ പ്രൊമോഷനിൽ അവരെന്താ പറയുന്നത്, നിങ്ങൾ തിയേറ്ററിലേക്ക് വരണം, എൻ്റെ പടം കാണണം, ഞങ്ങളെ പടം കാണണം. അവരല്ലേ നമ്മളെ വിളിച്ചു വരുത്തുന്നത്. ഇപ്പം എന്നോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ട് ഇപ്പോൾ പുഷ്പ 2 കാണാൻ പോയി? അല്ലു അർജുൻ വിളിച്ചുകൊണ്ട് പോയി. അല്ലു അർജുൻ ഓപ്പണായിട്ട് നിന്നിട്ട് പറയല്ലേ, അല്ലാതെ അല്ലു അർജുൻ ഒരു കൂട്ടം അല്ലു അർജുൻ്റെ ഫാൻസിനെ മാത്രം എടുത്തിട്ട് നിങ്ങൾ ഫാൻസ് ജർഗണ്ടി ഇങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. അവരെന്താ പറയണേ, എല്ലാവരും വാ, വേൾഡ് വൈഡ് റിലീസ് തന്നെ വെക്കുന്നതിനാ, ലോകത്ത് എല്ലായിടത്തും റിലീസ് വെക്കുന്നു, എല്ലാ സ്ക്രീനിലും പ്ലേ ചെയ്യുന്നു, എല്ലാ ലാംഗ്വേജിലും ഇറക്കുന്നു, പാൻ ഇന്ത്യൻ പാൻ വേൾഡ് എന്നൊക്കെ പറഞ്ഞ സാധനം ഇറക്കാൻ കാരണം എന്താ? ഇതാണ് ഈ തിയേറ്ററിലേക്ക് ആളുകൾ വിളിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രൊമോഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് പോകുന്നത്? തിയേറ്ററിലേക്ക് ആളെ വിളിച്ചു വരുത്തുന്നത് ഒബിയസ്ലി ആ സിനിമേൻ്റെ ടീമാണ് അല്ലേ. ആൻഡ് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാ? സിനിമേൻ്റെ ടീമാണ്. സോ അവർ റെസ്പോൺസിബിൾ ആണ്, ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഈ പറഞ്ഞ ആന്ധ്രയിലും തെലുങ്കാനയിലും ഒക്കെ സ്പെഷ്യൽ ഷോസിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലു അർജുനും പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമും സിനിമയുടെ പുഷ്പ 2-ൻ്റെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കോടി രൂപ മുടക്കി ഇറക്കുന്ന വലിയ ബഡ്ജറ്റുള്ള സിനിമയാണ്. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് സ്പെഷ്യൽ ഷോ വേണം, ആ സ്പെഷ്യൽ ഷോന് എന്താണെങ്കിലും നിങ്ങൾ അനുവാദം തരണം എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ഇട്ടിട്ട് അത് ഗ്രാൻഡ് ചെയ്ത സമയത്ത് ആന്ധ്ര തെലുങ്കാന ഗവൺമെൻറ്റുകളും ഒക്കെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് അല്ലു അർജുൻ ആൻഡ് പ്രൊഡക്ഷൻ ടീം പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ്, നോർമൽ ടിക്കറ്റ് റേറ്റിനേക്കാൾ കൂടുതൽ ടിക്കറ്റ് റേറ്റ് വാങ്ങണം, അതിന് ഞങ്ങൾക്ക് അനുമതി വേണമെന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, കോടതിയെ സമീപിച്ച സമയത്ത് അങ്ങനെ ടിക്കറ്റ് റേറ്റ് കൂട്ടാനുള്ള അനുമതിയും ഇവിടെ ആര് കൊടുത്തിട്ടുണ്ട്? കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. 300 കോടി രൂപ എങ്ങാണ്ടാണ് അല്ലു അർജുൻ വാങ്ങിയതെന്നൊക്കെയാണ് കേൾക്കുന്നത്. ആൻഡ് പടത്തിന് ഇപ്പോൾ ഏകദേശം ടോട്ടലി ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോഴത്തേക്ക് 300 കോടിക്ക് അടുത്ത് കളക്ഷൻ ഉണ്ട് എന്നും കേൾക്കുന്നുണ്ട്. ഓക്കെ, കണക്കുകളൊക്കെ എത്രത്തോളം ശരിയാണെന്നുള്ളതൊന്നും അറിയാൻ പാടില്ല, തള്ളുകളായിരിക്കും കുറേയൊക്കെ. ബട്ട് സ്റ്റിൽ ഇവർ പറയുന്നതല്ലേ നമുക്ക് കാണിക്കാൻ പറ്റൂ. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു പടം ഇറങ്ങുമ്പോൾ ഇവർ തന്നെ നമ്മളെ തിയേറ്ററിലേക്ക് വിളിച്ചു വരുത്തുന്നു, സ്പെഷ്യൽ ഷോ ഇവർ തന്നെ വെക്കുന്നു, ടിക്കറ്റിന് വില ഇവർ തന്നെ കൂട്ടുന്നു. അപ്പം നമ്മുടെ ആ ഒരു ഇമോഷണൽ സൈഡ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരാളൊരു സിനിമ കാണാൻ പോകുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ്, നമ്മുടെ ഇമോഷനാണ്. അതായത് സന്തോഷം, സമാധാനം, നമ്മുടെ എക്സൈറ്റ്മെൻറ്റ്, ഇതൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ഫാമിലി, ഈ അമ്മ, കുട്ടി, ഭർത്താവ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആ തിരക്കിൽ കാണാൻ പോയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇവർക്ക് തന്നെയാണ്. മനസ്സിലായോ? തമിഴ്നാട്ടിലോ കേരളത്തിലോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 1 മണിക്കും 2 മണിക്കും അല്ലെങ്കിൽ പൈസ കൂട്ടിയുള്ള ടിക്കറ്റിനും ആരെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ചോദ്യം ചെയ്യലും വർത്താനവും തുടങ്ങും. അവിടെ പിന്നെ ഞാൻ അതൊന്നും കണ്ടതൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം എന്തായി, ലാസ്റ്റ് ആ സ്പെഷ്യൽ ഷോ കട്ട് ചെയ്തു. ഇനി സ്പെഷ്യൽ ഷോസ് വേണ്ടാന്നുള്ളത്. അവിടെ 1 മണിക്ക് ഒക്കെ പടം റിലീസാകുന്ന പ്രീമിയർ കഴിഞ്ഞ് ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് എല്ലായിടത്തും വേൾഡ് വൈഡ് റിലീസ് വരുമ്പോൾ അവിടെ 1 മണി മുതൽ ഷോകൾ നിർത്താതെ 24/7 ബാറിൽ തിയേറ്ററിലിട്ട് ഓടിക്കാനുള്ള പെർമിഷനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതും വിത്ത് പ്രൈസ് ഹൈക്ക് ഇൻ ടിക്കറ്റ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ തിക്കിന്, പിന്നെ ഈ തിക്കിനും തിരക്കിനും കാരണം ഇവർ തന്നെയല്ലേ, വിത്തൗട്ട് എനി ഇൻഫർമേഷൻ. നിങ്ങളിപ്പോൾ ഞാൻ വെച്ച വിഷ്വൽസിലൊക്കെ കണ്ടു കാണുമല്ലോ, ആളുകൾ തിക്കിത്തിരക്കി കയറുകയാണ്. ഇവരെ കാണാൻ ഒരുമാതിരി മറ്റേ തിരുപ്പതി വെങ്കടാചലപതിനെ കാണാൻ നിൽക്കണ മാതിരി, ദൈവത്തിനെ കാണാൻ നിൽക്കണ മാതിരിയാണ് ചില ഫാൻസിനെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഫാൻസ് എന്ന് പറഞ്ഞാൽ വട്ടാണ് ശരി. അമ്മാതിരി ഒരു, ഇപ്പോൾ ഈ തിക്കി തള്ളി പറഞ്ഞിട്ട് കാര്യമില്ല അവരെ. അതെന്താ ഇങ്ങനെ ഈ തലയ്ക്ക് കയറിയ ഫാൻസ് തലയ്ക്ക് കയറാൻ എന്താ, കേറ്റിയിട്ടാണ് ഇവരെ മാസ് എലമെൻറ്റും ഇവർ ഇമോഷണൽ എലമെൻറ്റും ഇവർ ഈ സാധനങ്ങളൊക്കെ. മനസ്സിലായ? അപ്പം പിന്നെ കാരണക്കാർ അല്ലു അർജുനും പുഷ്പേൻ്റെ ടീമും ബാക്കിയുള്ളവരൊക്കെ തന്നെ. അതിനൊന്നും അവർക്ക് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റുന്നില്ല. ഇനി ഫാൻസ് എത്ര കാര്യം കൊണ്ടും കാര്യമില്ല. പിന്നെ ഈ 25 ലക്ഷം രൂപയിൽ നിർത്തരുതെന്നാണ് ഞാൻ പറയുന്നത്. ഇത് 25 ലക്ഷം രൂപ, കോടിക്കണക്കിന് രൂപ ബിസിനസ്സുള്ള ഒരു പരിപാടി. ആ ഫാമിലിയുടെ എൻറ്റയർ തിങ് മുന്നോട്ട് അല്ലു അർജുനും ബാക്കിയുള്ളവരും തന്നെ നോക്കണം. ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതാണ് എക്സിൽ ഇട്ടിട്ടുള്ളത്. ഇനി എന്താണെന്നുള്ളത് നമുക്ക് അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ചെയ്ത നല്ലത്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു സൈഡ്. അപ്പം ഇനിയിപ്പോൾ ആരും വന്നിരുന്നിട്ട് അല്ലു അർജുൻ എന്തുകൊണ്ട് ഇതിൽ കേസിൽ പ്രതിയാക്കി, അല്ലു അർജുൻ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിക്കണ്ട.
അവർ തന്നെ സെറ്റപ്പ് ആക്കി വെച്ചൊരു പരിപാടിയാണിത്. അതിലേക്ക് ആ ഫാമിലി ഭാര്യയും മക്കളെയും കൊണ്ട് പോകരുത് എന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ? ഒരു സേഫ് എൻവയോൺമെൻ്റ് അല്ലേ ക്രിയേറ്റ് ചെയ്യണ്ടേ? ഭാര്യയ്ക്കും മക്കൾക്കും കുട്ടികൾക്കും ഒക്കെ പോകാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണ്ടേ? അതാ സിനിമേൻ്റെ ടീം വേണ്ടേ മേക്ക് ഷുവർ ചെയ്യാൻ. എവിടേക്കാണ് അവർ റിലീസ് ചെയ്യുന്ന ആ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ക്രൗഡ് വരുമെന്നും അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും തിയേറ്ററിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് വേണ്ട അവർ റിലീസും കാര്യങ്ങളും വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവിടെ ഫാൻസുകാരുടെ അടുത്ത് ഇവർ ഇൻഫോം ചെയ്യണ്ടേ? ആർമി എന്നൊക്കെ വിളിച്ചിട്ടുള്ള ഒരു കോൺട്രവേഴ്സി വേറെ നടന്നിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ കേസുകളും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊമോഷൻ ആക്കിയിട്ട് തന്നെ തള്ളുന്നുണ്ട് ഇതിൻ്റെ ടീം. അത് വേറെ റീസൺ. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി മാറാനൊന്നും പറ്റില്ല അല്ലു അർജുനും പുഷ്പ ടീമിനും. ഓക്കെ, ഇനി അടുത്തത് ഫഹദ് ഫാസിലിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ്. ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണെന്നുള്ളത്. ഞാൻ ഈ ഒരു പടത്തിൻ്റെ 1, 2, 3 എന്നൊക്കെ പറഞ്ഞു ഒരു സ്ക്രിപ്റ്റ് റൈറ്റർക്ക് ഒരു സാധനം എഴുതി നിർത്താൻ, ക്ലൈമാക്സ് അടക്കം പഞ്ചായിട്ട് എഴുതി നിർത്താൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് അവർ. ഇപ്പം പല എഴുത്തുകാർക്കും ഇത് ഭയങ്കര സുഖമാണ്. ഇപ്പോൾ ഒന്ന് എഴുതി വെക്കുക, അടുത്തത് വരുമ്പോൾ രണ്ടാമത്തെ നോക്കുക, അല്ലെങ്കിൽ ഒന്ന് എഴുതി സക്സസ്ഫുള്ളായി ഇതുമ്പോൾ തന്നെ പിടിച്ച് അടുത്തത് ചെയ്യുക. ക്രിയേറ്റീവ് ആവില്ല അവരാരും. ഭയങ്കര ലക്ഷറി കിട്ടുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത് ഒന്നിറങ്ങി അത് ഭയങ്കര ഹിറ്റായി, 2 ഇറക്കുന്ന സമയത്ത് 3-നുള്ളത് അവർ ചിന്തിക്കുക. അതിവിടെ നടന്നിട്ടുണ്ട്. അതാണ് ഒരു ഫഹദ് ഫാസിൽ ക്ലിയർ ആയിട്ടൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. അല്ല, സുസാർ ആദ്യം എന്നോട് വന്ന് പറയുന്നത് ആ സീനാണ്, ഈ പോലീസ് സ്റ്റേഷനിലെ സീൻ. അപ്പം ഞാൻ ആദ്യം സൂസാറിനെ മീറ്റ് ചെയ്യുമ്പം പുഷ്പ 1, പുഷ്പ 2 ഇല്ല, ഒരു പുഷ്പേ ഉള്ളൂ. പോലീസ് സീൻ കഴിഞ്ഞിട്ട് ഒരു സീൻ കഴിഞ്ഞ് ഇന്റർവെൽ കഴിഞ്ഞിട്ടാണ് പിന്നെ എന്റെ പോർഷൻസ് ഉള്ളത്. പിന്നെയാണ് ലേറ്റർ പോയിന്റിൽ സൂസാർ ഡിസൈഡ് ചെയ്തത് 2 പാർട്ടായിട്ട്. കാരണം ഇത് ആക്ച്വലി റെഡ് സാൻഡൽവുഡ് സൂസാർ ആക്ച്വലി ആദ്യം ഒരു നെറ്റ്ഫ്ലിക്സിന് വേണ്ടി ഒരു ഡോക്യുമെന്ററി ആയിട്ട് ചെയ്യായിരുന്നു, സീരീസ് ആയിട്ട് ചെയ്യായിരുന്നു. അപ്പൊ അത്രയും കണ്ടന്റ് ഉണ്ട്. അപ്പം എന്നോട് അത്രയുണ്ട്. അപ്പൊ എന്നോട് ഈ അടുത്ത് സംസാരിച്ചു പറഞ്ഞു, വി ഹാവ് സ്കോപ്പ് ഫോർ പുഷ്പ 3 ഓൾസോ. അത്രയും മെറ്റീരിയൽസ് ഉണ്ട്. അപ്പം സൂസാർ ഒരു പോയിന്റിൽ പറയുന്നത് നമുക്ക് ആക്ച്വലി ഇത് ഒരു സെക്കൻഡ് പടമായിട്ട് പിച്ച് ചെയ്യാം. അപ്പൊ എനിക്ക് ഈ പടം കൊണ്ട് എനിക്ക് ആക്ച്വലി വേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐഡന്റിറ്റി ഇല്ലാത്ത ഒരുത്തൻ അവന്റെ ലൈഫിൽ എല്ലാം അച്ചീവ് ചെയ്യും. അവനവന്റെ മദറിന്റെ ആഗ്രഹം, ഇവന് ആസ് എ ചൈൽഡ് ഉണ്ടായ എല്ലാ ഇൻസൾട്ട്സും ഇതെല്ലാം ഓവർകം ചെയ്ത് എല്ലാ അച്ചീവ്മെന്റും, പവറാണല്ലോ മെയിൻ, ഇതെല്ലാം അച്ചീവ് ചെയ്ത് ഒരുത്തൻ മേളിലെത്തുമ്പോഴത്തേക്കും ഒരാള് വന്നിട്ട് ഇവന് ആദ്യം ഉണ്ടായ ഇഷ്യൂ തന്നെ പറയുക, അതായത് ഇവന് ഇത്രയും നാള് ഫൈറ്റ് ചെയ്തോണ്ടിരുന്ന ഇഷ്യൂ, ഈ ഇഷ്യൂ ഫൈറ്റ് ചെയ്യാനാണ് ഈ ജേർണി നടത്തിയത്. അതെല്ലാം കഴിഞ്ഞവൻ അറ്റത്ത് നിൽക്കുമ്പോ ഒരാളൊന്ന് പറയാണ് അതെന്തായി, അങ്ങനെ അഡ്രസ് ചെയ്യുന്ന ഒരു സാധനം എനിക്ക് വേണ്ടത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് പാർട്ട് പുള്ളി പറഞ്ഞു, എനിക്ക് ആക്ച്വലി പുഷ്പ 1 എവിടെ തുടങ്ങിയോ അവിടെ തന്നെ ഈ പടം കൊണ്ട് നിർത്തണം, എന്നിട്ട് വേണം നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോവാൻ. പുള്ളി എനിക്ക് അത്രയാണ് എന്നെ ബ്രീഫ് ചെയ്തത്. കേട്ടില്ലേ? പുഷ്പ 1 വെച്ച് തീർക്കേണ്ടതാണ്. പിന്നെ കുറെ മെറ്റീരിയൽസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയൽസ് കാണിക്കാൻ പറ്റണം പുഷ്പ 2-നകത്ത്. ഓക്കെ, ഇതിൽ പുഷ്പ 1-നകത്ത് ഈ ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടറിന് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബിൽഡപ്പ് ഫഹദ് ഫാസിലിനോട് അവർ നറേറ്റ് ചെയ്തതെന്ന് തന്നെ ഇപ്പൊ നമുക്ക് മനസ്സിലായി. പുഷ്പ 1 നമ്മൾ കണ്ടതാണ്. പക്ഷെ പുഷ്പ 2-നകത്ത് ഇവരെന്താ ഉദ്ദേശിച്ചത്? അതായത് എല്ലാം ഒന്നുമില്ലാത്ത ഒരു പേരോ ഐഡന്റിറ്റിയോ ഇല്ലാത്ത ഒരുത്തൻ ഒരു ലോകം കീഴടക്കുന്നു. അവനെ അതിലും എന്താ പറയുക ഈക്വലായിട്ട് ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു വില്ലൻ എന്ന് പറഞ്ഞ ഫഹദ് ഫാസിലിന്റെ റോള് വരുന്നു, ഒപ്പോസ് ചെയ്യുന്നു. 1 വാസ് സക്സസ്. സെക്കൻഡിൽ മറ്റേ റെഡ് സാൻഡിലും ഇല്ല. ഈ പറഞ്ഞ ഒപ്പോസ് ചെയ്ത ഈ ഭയങ്കര വലിയ എന്താ പറയുക നായകനെ വെല്ലുന്ന വില്ലെന്ന് പറഞ്ഞ സാധനം ലാസ്റ്റ് മൂത്രം കുടിച്ച് അവിടെ കിടക്കേണ്ട അവസ്ഥയായി. മൂത്രം കുടിച്ച് പൊട്ടി നിറച്ച്. അപ്പോൾ ഇത് 1-ൽ തീർക്കേണ്ടത് 1-ൽ തന്നെ തീർത്ത് പോകണം. അല്ലെങ്കിൽ സെക്കൻഡിന് അത്രയും ഇപ്പോൾ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ മെറ്റീരിയൽസ് വെച്ച് അടിക്കണം. മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ഫഹദ് ഫാസിലിന് ഏകദേശം ഇപ്പോൾ കുറേ പേരൊക്കെ ചെറിയ റീലിൻ്റെ പോർഷൻ കണ്ടു കാണും. ഫഹദ് ഫാസിൽ തന്നെ പറയുന്നുണ്ട് പുഷ്പ എന്ന് പറഞ്ഞ സംഗതിയിൽ നിന്ന് പ്രത്യേകിച്ച് അയാളുടെ കരിയറിൽ ഒരു വലിയ സംഭവമൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ അയാൾ അത്ര സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. അയാൾ മലയാളം സിനിമകൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സംഗതി ഉണ്ട്, ഒരു റെക്കഗ്നീഷൻ ഉണ്ട്, ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്ന വർക്കിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. അതർ ലാംഗ്വേജിൽ വരുമ്പോഴത്തേക്ക് ആ ക്വാളിറ്റി കണ്ടന്റ് കുറവാണ്. പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് ക്വാണ്ടിറ്റി മാത്രമേ കൂടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കേസിൽ ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ല കിടിലൻ ബാക്കി അന്യ ഭാഷയിലെ റോളുകൾ ചെയ്തിട്ടുണ്ട്. ഈവൻ പുഷ്പ 1 ആണെങ്കിലും കിടിലായിരുന്നു. പക്ഷേ
2 പിന്നെ അങ്ങനെ സൂപ്പർ സ്റ്റാർ സിനിമകളുടെ ഭാഗമായിട്ടൊക്കെ പോകുന്ന സമയത്ത് ഫഹദിന് എവിടേക്കോ എന്താവുന്നുണ്ട്. ഇപ്പോൾ വിക്രം ചെയ്ത പോലെയോ അല്ലെങ്കിൽ വേറെ ബാക്കി കുറച്ച് പടങ്ങളുണ്ട്, അടിപൊളി റോളുകളുണ്ട്. പക്ഷെ അതന്നെ കമ്പയറിങ് ടു വേട്ടയൻ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പുഷ്പ 2 വരുമ്പോഴത്തേക്ക് അയാളുടെ ആ ഒരു ഓർഗാനിക് സാധനമുണ്ട്. അയാൾ ആസ് എ നടൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളിൽ നിന്ന് മാറി കൊമേഴ്ഷ്യൽ പടങ്ങൾ അങ്ങനത്തെ തന്നെയാണ് സെൻസ് തന്നെയാണ് അയാൾ ആ സാധനങ്ങൾ എടുക്കുന്നതെന്നും പുഷ്പ കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അയാൾക്ക് പേഴ്സണലി നടൻ എന്നുള്ള നിലയ്ക്ക് അത് അഭിനയിച്ചതുകൊണ്ട് അയാളുടെ കരിയർ ഗ്രാഫിന് വലിയ സീനൊന്നും ലൈക്ക് അയാൾ പേഴ്സണലി അയാൾ സാറ്റിസ്ഫൈഡ് ആവാൻ ഉള്ള ചാൻസ് ഇല്ല, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് അയാൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവുക പുഷ്പ എന്ന് പറഞ്ഞ സാധനം പുഷ്പ 2 ആണെങ്കിൽ പോലും ഇവരെടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർക്കത് ബിസിനസ് എന്നുള്ള രീതിക്ക് മാത്രം എടുത്തതാണ്. അല്ലാതെ അതിൻ്റെ ഒരു ക്വാളിറ്റി, മേക്കിംഗ് ക്വാളിറ്റി ചിലപ്പോൾ ഇപ്പോൾ ഇത്രയും പൈസ മുടക്കുന്നതുകൊണ്ട് അവർ കീപ്പ് ചെയ്യും. പക്ഷെ കോണ്ടൻറ് ക്വാളിറ്റി വേണ്ട എന്നുള്ള നിലയ്ക്ക് എന്ത് കൊടുത്താലും നാട്ടുകാർ ആ ബ്രാൻഡിൽ പുഷ്പേൻ്റെ ബ്രാൻഡിൽ കണ്ടുപോകും എന്നുള്ള നിലയ്ക്ക് എടുക്കുന്ന സാധനമാകുമ്പോൾ ഹോണസ്റ്റ് ആയിട്ടുള്ള ഇതേപോലുള്ള സംസാരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഈ പടം വർക്കാവാത്ത എന്നെപ്പോലുള്ള ആളുകൾ പറയുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത്. ഇപ്പോൾ വർക്കായവരുടെ കാര്യം ഞാൻ ഇത് ഏത് ആംഗിളിൽ നിന്ന് അവർക്ക് വർക്കായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. Now, especially post Pushpa and what that film did, do you ever sit down to think that, okay, I am huge even beyond the boundaries of Kerala? No, I don't think Pushpa. Do you have a sense of it? No, I have no sense of it. I don't think Pushpa has done anything to me. Really? Absolutely. I tell Sugu sir that. I don't have to hide it. I don't have to, I have to be very honest. I'm doing my stuff here. So no disrespect or anything. I don't think people expect magic from me, from Pushpa. No. It's pure collaboration, love for Sugu sir. My stuff is here, very clearly. My stuff is here. That's 1. 2. It doesn't get into me because I and a lot of my friends here believe that Vicky Kaushal is the find of the decade. Rajkumar Rao is one of the finest actor India has ever produced. Ranveer, best actor in the country. So, for me, I don't know what they see in me, or it's. I was surprised in the initial that people are following films here, like they're watching Kumblangi, they're watching Trans, and I kept wondering what is the connect, what is it that they're identifying, and even now I believe it's the art form that they are. Yeah, and more than the performances and the actors and all that, it's the setting up and the way the stories are being told, and the honesty in the narrative and all that. So it is always. I always wondered what was the connect that the audience outside Kerala had to certain films, and it started around 2018, 2019 times. But now, now even when I travel, there are non-Malayalam speaking families who made it a ritual to watch Malayalam releases and all that. So that is very exciting. But for me, to believe that Pushpa would change me, Pushpa would take me to a different... No, I don't believe that. I don't. But do you believe you're a pan-Indian star? No. I'm just an actor here, I have nothing to do with Pan India and all that. I just do my stuff, and I do what I believe in. And the idea is never films do business. That's secondary. But the films I do here, I can never do it anywhere else. Yeah. ഇതാണ് അതിൻ്റെ സത്യം. അതായത് കേരളത്തിലാക്കി കിട്ടുന്ന ഇപ്പോൾ ആമേൻ പോലത്തെ ഒരു സാധനമോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ സിനിമകൾ, കുംബ്ലങ്ങി, ട്രാൻസ്, അത് ബിസിനസ്സിന് വേണ്ടി മാത്രമുള്ള പടങ്ങളല്ല. അതിനൊരു കോറുണ്ട്, ഒരു എസൻസ് ഉണ്ട്. ഓക്കെ, പുഷ്പയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ബിസിനസ്സായിട്ട് മാത്രമാണ് തോന്നുന്നത്. ആൻഡ് കുറച്ച് ഡൗൺ ടു എർത്ത് ആയിട്ടാണ് സംസാരിക്കുന്നത്. പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ളതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എന്നൊക്കെ. ദാറ്റ്സ് ഡിഫറെൻറ്റ് തിങ്. ബട്ട് സ്റ്റിൽ ഇതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷെ പുഷ്പ 1 വാസ് എ ബ്രില്യൻറ്റ് പ്രോഡക്റ്റ്. പുഷ്പ 2 ഒരു ബിസിനസ്സിന് വേണ്ടി ഇറക്കിയ ഒരു സാധനമായിപ്പോയി. എന്താണെങ്കിലും കുഴപ്പമില്ല, വർക്കാവുന്നവർക്ക് വർക്കാവട്ടെ. ബട്ട് ഈ പറഞ്ഞ പോലെ സെർട്ടൈൻ എന്താ പറയുക, അപകടങ്ങളും ഇൻസിഡൻസൊക്കെ ഉണ്ടാകുന്ന സമയത്ത്
ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി സിനിമാക്കാർ തന്നെ ഏറ്റെടുക്കണം. അല്ലാതെ അത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഈ ഫാൻസിൻ്റെ തലയ്ക്കോ അല്ലെങ്കിൽ വന്ന ആളുകളുടെ തലയ്ക്കോ അടിച്ച് ഇരുത്താതിരിക്കുക. ഫാൻസ് കൂടി മനസ്സിലാക്കുക, നിങ്ങൾ ദൈവത്തിനെയോ അല്ലെങ്കിൽ ദൈവങ്ങളുടെ അടുത്തല്ലല്ലോ പോകുന്നത്, മനുഷ്യന്മാരുടെ അടുത്ത് തന്നെ. സിനിമ കണ്ടിട്ടുള്ള ആരാധന ഇറ്റ്സ് ഫൈൻ, ബട്ട് ഇത്ര ആരാധന മൂത്തൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പോണ അവസ്ഥയിൽ പോയി പിന്നെ ആര് നോക്കും, എന്ത് ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് നമ്മുടെ നാട് അത്ര സേഫായിട്ടുള്ള നാടുമല്ല. റോട്ടിൽ വെറുതെ ഇറങ്ങിയാണെന്നാൽ തന്നെ എപ്പോൾ ജീവൻ പോകും എന്നുള്ളത് അറിയാൻ പാടില്ല. അപ്പോഴാണ് ഇത്രയും ക്രൗഡിനിടയ്ക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക്. ഇവിടെ ഒരു മര്യാദയ്ക്കൊരു ഫെസ്റ്റിവൽ പോലും നടത്താനുള്ള സെറ്റപ്പ് ഇല്ല, തിക്കും തിരക്കും അടിയും പിടിയും ഇല്ലാതെ. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇല്ലാത്ത രാജ്യത്താണ് ഇത്രയും എന്താ പറയുക ആളുകൾക്ക് വേണ്ടി നട്ടപ്പാതിര പുലർച്ചയ്ക്കൊക്കെ പടം ഇറക്കിയിട്ട് ഇത്രയും ആളുകളെ വിളിച്ചു കൂട്ടുന്നത് സിനിമാക്കാർ. അവർ തന്നെ റെസ്പോൺസിബിലിറ്റി അവരത് ഏറ്റെടുത്തേ പറ്റൂ.